അഗ്രോ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച തൈകളാണിത്. ഇതൊക്കെ ഹൈബ്രിഡാണ്. നമ്മുടെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്നതൊക്കെ ആ ഹൈബ്രിഡിൻ്റെ വിത്തുകൾ പിന്നെയും നമ്മൾ കുഴിച്ചിട്ടാണ്. അപ്പോൾ കായ്ഫലം കുറവായിരുന്നു. അപ്പോൾ പയറൊന്നും അധികം നന്നായിട്ടില്ല കയറിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വിത്തുകൾ കുറച്ച് വാങ്ങിക്കാമെന്ന്. അപ്പോൾ നമ്മൾ ലോല പയർ വീണ്ടും പോയി വാങ്ങിച്ചു. നമ്മൾ വിളിച്ചു വെച്ചിട്ട് പോയിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പോയി വാങ്ങിച്ചു. ഒരു പാക്കറ്റ് വാങ്ങിച്ചു. 5 മണിക്കൂർ വെള്ളത്തിലിട്ടു. എന്നിട്ടും അത് ശരിക്കും കുതിർന്നിട്ടില്ല. അപ്പോൾ നല്ല ഉണക്കമുള്ള വിത്തുകളാണ്. പിന്നെ കുറച്ച് കുമ്പളത്തിൻ്റെ തൈയാണിത്. മുളച്ചത് തന്നെ വാങ്ങിച്ചു. കയ്പ വാങ്ങിച്ചു. തക്കാളി. പിന്നെ ഇത് വെള്ളക്കാന്താരി എന്നാണ് പറഞ്ഞത്. കടലാസ് മുളക് പോലെയാണെന്നാണ് പറഞ്ഞത്. അറിയില്ല എന്താവും. ഇത് സാറാമുളക്. പിന്നെ നമ്മളിത് കുറച്ച് ജൈവവളവും വാങ്ങിച്ചു. അപ്പോൾ ഇതിട്ടിട്ട് നമ്മളിനി ഇത് കുറച്ച് തൈ ഇന്ന് നടും, ബാക്കി നാളെ ഇപ്പോൾ നിങ്ങളെ കാണിക്കാട്ടാണ്. പിന്നെ ഇത് വേപ്പെണ്ണയ്ക്ക് പകരം തന്നതാണ്. ഞാൻ വേപ്പെണ്ണ ചോദിച്ചു, 2 കടയിൽ ചോദിച്ചിട്ടും കിട്ടിയില്ല. അപ്പോൾ അവർ പറഞ്ഞത് ഇതൊരു പേസ്റ്റ് പോലത്തെയാണെന്ന്. അപ്പോൾ ഇതുമ്പോൾ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ആ പേസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞ, വെള്ളത്തിൽ കലക്കിയിട്ട്. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ ഇതുപോലെ 4 കയ്പ വിത്ത് പാവിയിട്ട് ഒരെണ്ണമാണ് മുളച്ചത്. അതൊന്നും തീരെ ശക്തിയില്ല. അതായത് നമ്മൾ പച്ചക്കറിയിൽ നിന്നുണ്ടായ വീട്ടിലുണ്ടായതാണ് കയ്പയ്ക്ക്. അവിടെ കുറച്ചധികം ഉണ്ടായിട്ട്, പക്ഷേ അതിൻ്റെ വിത്തിന് പിന്നെ അവിടെയും മുളക്കിൽ കുറവ് തന്നെയാണ്. കുറേ കരിയിലും ഇങ്ങനെയൊക്കെ കുറേ ആ മാവിൻ്റെ വിത്തിൽ കണ്ണിയൊക്കെ വെട്ടിയതുണ്ട്. അപ്പോൾ അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ആകുമ്പോൾ എളുപ്പമായില്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ കുഴിച്ചിടാൻ നോക്കിയാണ് കേട്ടോ. അപ്പോൾ കുഴി ഒരുക്കിയിട്ടുണ്ട്. ഇനി അതിൽ കമ്പോസ്റ്റ് അവരിൽ നിന്ന് നമ്മൾ ജൈവ കമ്പോസ്റ്റ് മേടിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ചെറിയൊരു പിടി ഇടണ്ടോ, അത്രയും ചൂട് കൂടും, ചാണകപ്പൊടിയൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ചെറിയൊരു ഇത്ര ഇട്ടാൽ മതി എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു കാര്യം ഇങ്ങനെ ഇട്ടിട്ട് മൊത്തത്തിൽ ഇളക്കാം. കുറച്ചിട്ടിട്ട് ഇളക്കിയിട്ട് മണ്ണും കൂടി മിക്സ് ചെയ്ത് ചെയ്യാം. നമ്മൾ കുമ്പളം ഇവിടെയാണ് നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. അതായത് ഏത് പച്ചക്കറികൾ നടുമ്പോഴേ കിഴക്കൻ വെയിൽ കൊള്ളണ പ്രദേശമായിരിക്കണം. ഞാൻ ആ കമ്പോസ്റ്റ് കുറച്ചുള്ളത് ഇതിലിട്ടു. കിഴക്കൻ വെയിൽ കൊള്ളണ സ്ഥലമായിരിക്കണം. രാവിലത്തെ വെയിലുണ്ടല്ലോ, അത് കൊള്ളണ സ്ഥലമായിരിക്കണം. അപ്പോൾ ഇങ്ങനെ നടുകയാണെങ്കിൽ, അതായത് നമുക്ക് ഈ സ്ഥലം കണ്ടാലും അറിയുമെന്ന് അറിയില്ല, ഇങ്ങനെ നീളനെ ഇങ്ങനെ ഇത് കണ്ട് ഇങ്ങനെ നീളനെ ഇങ്ങനെ നടണം. ഇങ്ങനെ അതായത് എന്താ പറയുക, ഒരു ചരട് നേരെ പിടിച്ചാൽ പോലെ. അപ്പോൾ വെയിൽ കറക്റ്റായിട്ട് കൊള്ളും. ഇപ്പോൾ ശരിക്കും ഈ കുമ്പളത്തൈ 2 ഇല കൂടി വിരിഞ്ഞിട്ട് വേണമെങ്കിൽ നട്ടാൽ മതി. പക്ഷെ ഞാൻ ഇന്ന് തന്നെ നടുകയാണ് കേട്ടോ. നോക്കിയേ, അത്യാവശ്യം വേര് ഇതിന് വന്നിട്ടുണ്ട് കണ്ടേ. അപ്പോൾ നമ്മളിതിലൊരു 3-4 തൈകൾ നടുകയാണ്. എത്ര എണ്ണം ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. ഇപ്പോൾ കുഴി എടുത്തിട്ട് വേണം മഴക്കാലത്ത് തൈകൾ നടാനായിട്ട്. രണ്ടിലയാകുമ്പോഴേക്കും കണ്ട് ഇത്രയും വേര് വന്നു. അപ്പോൾ ഇതിന് മണ്ണിട്ട് കൊടുക്കാം. ഇതിനൊക്കെ ഞാൻ സുഡാമോണസാണ് കലക്കി ഒഴിക്കുക കേട്ടോ. വേര് ചെയ്യാതിരിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതും നമ്മൾ കൃഷിഭവനിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പൊടിയാണ് സുഡാമോണസ്. അതിൽ പൊടി ഇത് ഇങ്ങനെ ഇരിക്കും വെളുത്തിട്ട് കണ്ട. എയർ ടൈറ്റാക്കി എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ബക്കറ്റിലേക്ക് ഇട്ട് ഒരു തരിയും കൂടി ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിക്കുക. അല്ലെങ്കിൽ പാല് പോലെയൊക്കെ ഇരിക്കണം. ഇനി ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് ജൈവ കീടാണു വാട്ടരോഗം നിയന്ത്രിക്കുക, അങ്ങനെയൊക്കെ നല്ല ഒരു എന്താ പറയുക കീടനാശിനിയാണ് കേട്ടോ. കീടനാശിനി എന്ന് പറഞ്ഞാൽ ഇത് ജൈവമാണ്. അപ്പോൾ ഒരു കുഴപ്പമില്ല ഉപയോഗിക്കണമുണ്ട്. ഇതിന് ഇപ്പോൾ നാളത്തെ വെയിലൊന്ന് കൊള്ളാണ്ട് ഒരു പൊത പോലെ വല്ല വാഴയുടെ പട്ടയൊക്കെ വെട്ടി വയ്ക്കുകയാണെങ്കിൽ നന്നായി. ചേമ്പിൻ്റെ പട്ടയോ ഒരു ദിവസത്തെ വെയിൽ 1-2 ദിവസം ഒന്ന് തണലത്ത് വെച്ചിട്ട് പിന്നെ വെയിൽ ഒളിച്ചാൽ മതി. നമ്മൾ കയ്പ നട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും അതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് മേലെ അതിൻ്റെ തെളിച്ചാൽ നല്ലതാട്ടോ. പെട്ടെന്ന് കീട ആക്രമണവും ഫംഗൽ രോഗത്തിനൊക്കെ അത് ആദ്യമേ ഒഴിച്ചു കൊടുക്കണ്ട. രോഗം വന്നിട്ട് ഒഴിച്ചിട്ട് കാര്യമില്ല, മുമ്പ് ഒഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി ബാക്കി പച്ചക്കറികൾ തൈകൾ നമുക്ക് നടുന്നത് അടുത്ത ദിവസം കാണിക്കാം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്. ഓക്കെ.